ശശി തരൂർ സാറിന് പഴയ പ്രതാപം നഷ്ടമായി എന്ന് പറയാൻ കഴിയില്ല. ഈ അടുത്തിടയ്ക്കും കൂടി ബി.ജെ.പിയുടെ ഏറ്റവും മുതിർന്ന നേതാവ് 90-കൾ കഴിഞ്ഞ ശ്രീ ഒ രാജഗോപാൽ പറയുകയുണ്ടായി, ശശി തരൂരിനെ തോൽപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്, ശശി തരൂർ ആ ഒരു കറക്റ്റ് മിക്സിലേക്ക് വന്നു. കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാരിനെ കുറിച്ച് പറയുന്ന പോലെയാണ്, നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ നരേന്ദ്രമോദി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത് പോലെ ശശി തരൂരിന്റെ ഒരു ചാമലും മറ്റും അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ നല്ല ക്യാമ്പയിനാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർജി നയിക്കുന്നത് നമുക്ക് കാണാം. അദ്ദേഹത്തിന്റെ ഒരു ടോൺ ഓഫ് ക്യാമ്പയിൻ, ഒരു ഹ്യൂമിലിറ്റി ഉള്ള വിനയമുള്ള ക്യാമ്പയിനാണ്. അദ്ദേഹം പൊസിഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ശശി തരൂർ ഇസ് എ ഗ്രേറ്റ് ടോക്കർ, ഐ ആം എ ഗ്രേറ്റ് ഡൂവർ. ശശി തരൂർ വലിയ പ്രഭാഷകനാണ്, ഞാൻ വലിയ പ്രവർത്തകനാണ് എന്നുള്ളതാണ്. ശശി തരൂർ സാറിനെതിരെയുള്ള ഒരു വിമർശനം ഈ ഹൈമാസ് ലൈറ്റുകൾ മാത്രം വെച്ചു എന്നുള്ളതാണ്. അങ്ങനെയല്ല, തരൂർ സാർ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു, കോവിഡ് അടക്കമുള്ള കാര്യങ്ങളിൽ നല്ല കാര്യം ചെയ്തു. പക്ഷെ ഒരുപക്ഷെ ശശി തരൂർ സാറിന്റെ ആരാധന എന്നുള്ള രീതിയിൽ, അദ്ദേഹത്തിനെ മുഖ്യമന്ത്രിയായി കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്കും അദ്ദേഹത്തോടുള്ള ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ ശശി തരൂർ സാറിന്റെ പേരിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു ഐക്കോണിക് പ്രൊജക്ട് ഉണ്ടാകുന്നതായിരുന്നു. അദ്ദേഹം വന്നപ്പോൾ ഈ ബാഴ്സലോണ, ട്രിവാൻഡ്രം, ട്വിൻ സിറ്റി പോലുള്ള പ്രൊജക്ടുകൾ കൊണ്ടുവന്നു. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എതിരാളികൾ LDF-കാരനും എതിർപ്പുകാരനും ഒക്കെയാണ് അത് ഇല്ലാതായെന്നാണ്. പക്ഷെ അതുപോലെ എന്തെങ്കിലും ശശി തരൂർ സാർ കൊണ്ടുവരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ശശി തരൂർ സാറിന് അതേപോലെ ഒരു ഐക്കോണിക് പ്രൊജക്ട് ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിൽ കുറെ കൂടെ ബെറ്റർ ആയിരുന്നു. ശശി തരൂരിനാണ് ഓൾറൗണ്ട് കൂടുതൽ സ്വാധീനമുള്ളത്. കാര്യം വിശ്വപൗരൻ ഇമേജ് ഉണ്ട്, അദ്ദേഹം ആക്സസബിൾ ആണ്, അദ്ദേഹം ഈ എന്താ പറയുക, നമ്മുടെ മലയാളികളുടെ അഭിമാനമാണ്. ഞാൻ ഒരിക്കൽ ജബൽപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടുത്തെ XLRI, അവിടുത്തെ സേവിയേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗമായ ഒരു പരിപാടിക്ക് പോവുകയുണ്ടായി. ജബൽപൂരിലെ ഒരു ഇന്റർനാഷണൽ കോൺക്ലേവ്. അവിടെ കുറച്ച് ആഫ്രിക്കയിലെ ആൾക്കാർ വന്നിരുന്നു. എന്തോ പറഞ്ഞു വന്നപ്പം അവർ പറഞ്ഞു കേരളം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ഒരാൾ അവിടെ ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞു നിങ്ങളുടെ ആരാണ് ഇവിടെ ഉള്ളത്, ആഫ്രിക്കക്കാരാരാ ഇവിടെ ഉള്ളത്? അപ്പൊ ആഫ്രിക്കക്കാരെ അവരുടേതെന്ന രീതി പറയുകയാണ്, ഞങ്ങളുടെ ഒരാൾ ഇവിടെ ഉണ്ട്, ശശി തരൂർ, ട്രിവാൻഡ്രത്തെ MP ആണ്. അപ്പൊ നമുക്കത് വലിയ അഭിമാനമാണ്. അപ്പൊ ഒരു വിശ്വ പൗരനാണ്, പല രാജ്യങ്ങളുമായിട്ട് ബന്ധമുണ്ട്. ശശി തരൂർ മുഖ്യമന്ത്രിയാൽ കേരളത്തിന്റെ ഭാവി പോലും മാറ്റാൻ കഴിയുന്ന ഒരാളാണ്. എന്നാൽ അദ്ദേഹം കുറച്ചുകൂടെ ഒരുപക്ഷെ ചെയ്ത കാര്യങ്ങൾ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ വിട്ടുപോയതായിരിക്കും. അപ്പൊ അദ്ദേഹം ആ ചെയ്ത കാര്യങ്ങൾ കുറെ കൂടെ പ്രൊജക്ട് ചെയ്യാനും ചെയ്ത കാര്യം, അദ്ദേഹത്തിന്റെ MB ലാഡ് പ്രൊജക്ട് ഒക്കെ വളരെ എഫിഷ്യന്റ് ആയിട്ട് തന്നെ നടന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫുൾ കാര്യം ചെലവഴിച്ചു. പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ, നമ്മുടെ കേരളത്തിലെ ജനങ്ങളിലേക്ക് അദ്ദേഹം അത് കുറെ കൂടെ എത്തിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പ്ലസ് ഒരു ഐക്കോണിക് പ്രോജക്ട്. അപ്പൊ അതായിരിക്കും അദ്ദേഹത്തിന് നേരെ വരുന്ന ഒരു വിമർശനം. പക്ഷെ തരൂർ സാറിന്റെ ഗ്ലാമർ കൊണ്ട്, ഗ്ലാമർ എന്ന് പറഞ്ഞാൽ പ്രവർത്തന ഗ്ലാമർ കൊണ്ട്, രാഷ്ട്രീയ ഗ്ലാമർ കൊണ്ട്, വിശ്വപൗരൻ ഇമേജ് കൊണ്ട് അദ്ദേഹത്തിന് ഒരുപക്ഷെ അത് മറികടക്കാൻ കഴിയും. കാര്യം ഇന്ന് ലോകത്തിൽ തന്നെ ഒരുപക്ഷെ സംഭാഷണത്തിൽ ഏറ്റവും മികച്ച ഒരു 5 പ്രസന്റേഴ്സിനെ എടുത്താൽ അത് പക്ഷേ ഒരാൾ ശശി തരൂർ സാറായിരിക്കും. അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുമ്പോൾ അതിന്റെ ഒരു ചാം കാണുന്നത് തന്നെ വലിയ രസമാണ്. എന്നാൽ രാജീവ് ചന്ദ്രശേഖർജി അദ്ദേഹം കുറച്ച് ഡിലേ ആയിപ്പോയി. പക്ഷെ അദ്ദേഹത്തിനും യൂത്തിനെ അട്രാക്ട് ചെയ്യാൻ കഴിയും, ഒരു ഡൂവർ എന്നുള്ള ഇമേജ് അദ്ദേഹത്തിന് അട്രാക്ട് ചെയ്യാൻ കഴിയും. പക്ഷേ അദ്ദേഹത്തിന് എത്രമാത്രം ആഴമേറിയ ബന്ധങ്ങൾ ഉണ്ടെന്നുള്ള ഒരു സംശയമുണ്ട്. ഇവിടെ ശ്രീ കുമ്മനം രാജശേഖരനെ പോലുള്ള ആളാണ്, അദ്ദേഹത്തിന് നല്ല ഗ്രൗണ്ട് കണക്ട് ഉണ്ട്. അദ്ദേഹത്തിന് വേണ്ടി ഒരുപാട് BJP RSSന്റെ പ്രവർത്തകർ നിസ്വാർത്ഥം ഇറങ്ങി പ്രവർത്തിക്കാനൊക്കെ തയ്യാറാണ്. അദ്ദേഹത്തിനടക്കം ശശി തരൂറിന് വലിയൊരു വെല്ലുവിളി കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതും ഒരു ചരിത്രപരമായ യാഥാർത്ഥ്യമാണ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ നിൽപ്പുണ്ട്. ശ്രീ പന്യൻ, അദ്ദേഹം തീർച്ചയായിട്ടും കഴിഞ്ഞ കാലത്തേക്കാൾ കൂടുതൽ വോട്ട് പിടിക്കുന്ന കാര്യത്തിലും സംശയമില്ല. ശ്രീ പന്യന് വളരെ ജനകീയമായ ഒരു മുഖമുണ്ട്, സാധാരണക്കാരിൽ ഒരാളാണ്. അദ്ദേഹത്തെ ഞാൻ എന്റെ ദൈവം എന്ന് എന്റെ ഒരു പരിപാടിക്ക് വേണ്ടി ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. വളരെ വളരെ എന്താ പറയുക, നമുക്കൊരു ചേട്ടനോട് സംസാരിക്കുന്ന അല്ലെങ്കിൽ വീട്ടിൽ ഒരു അമ്മാവനോട് സംസാരിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ കഴിയുന്ന വ്യക്തിയാണ്. അപ്പൊ 3 കാൻഡിഡേറ്റ്സും ഗംഭീരമാണ്. രാജീവ് ചന്ദ്രശേഖർജിയുടെ കൂടി വന്നു വെൻ ഹി കെയിം ടു ദി ഫോറേ, അല്ലെങ്കിൽ അദ്ദേഹം കൂടി ഈ ഇലക്ഷൻ രംഗത്തേക്ക് വന്നപ്പോൾ അതിനൊരു ദേശീയ പ്രാധാന്യം കൈവന്നു. യഥാർത്ഥത്തിൽ ശ്രീ നരേന്ദ്രമോദി അടക്കം തിരുവനന്തപുരത്ത് നിന്ന് മത്സരിക്കുമെന്നൊക്കെയായിരുന്നു ആദ്യം കേട്ട കാര്യങ്ങൾ. ശ്രീ ശശി തരൂർ വേഴ്സസ് നരേന്ദ്രമോദി എന്നൊരു ഫൈറ്റ് വന്നിരുന്നെങ്കിൽ അത് ഗംഭീരമായിരുന്നേനെ. കാര്യം BJP സർവ്വസന്നാഹങ്ങളും ഇറക്കി ശ്രീ മോദിക്ക് വേണ്ടി പോരാടുകയും ശശി തരൂർ വളരെ ആക്റ്റീവ് ആകുകയും ഒരുപക്ഷെ ശശി തരൂറിന്റെ പ്രൊഫൈൽ ഭയങ്കരമായിട്ട് കൂടാൻ ചാൻസ് ഉള്ള ഒരു കാര്യമായിരുന്നു. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ അതേപോലെ തന്നെ ഒരു ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ്. നമ്മുടെ ഏഷ്യാനെറ്റ് അടക്കമുള്ള ചാനലുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാളാണ്. പക്ഷെ അദ്ദേഹം അതിന്റെ പോളിസി മാറ്റേഴ്സിലൊന്നും ഇടപെടാറില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ മാന്യതയും നന്മയാണ്. അതൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം. ഇത്രയും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചാനൽ കയ്യിലിരുന്നിട്ടും അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ വാർത്തകളോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന്റെ വാർത്തകളോ ഒന്നും അതിൽ കുത്തി നിറയ്ക്കാറില്ല എന്നുള്ളത് നമ്മൾ ഒരു അഭിമാനത്തോടെ കാണേണ്ട ഒരു കാര്യമാണ്. അങ്ങനത്തെ ഓൺട്രപ്രണേഴ്സിനെയാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് വളരെ മാന്യനായ വ്യക്തിയാണ്. ശബരിമല പോരാട്ടത്തിന് ഒരുപാട് സഹായിച്ച വ്യക്തിയാണ്. അദ്ദേഹവും ശ്രീ രാജീവ് ചന്ദ്രശേഖറും സുപ്രീം കോടതിയിൽ ഹർജിയുമായി പോയിരുന്നു. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ശ്രീ ശശി തരൂറും ആദ്യത്തെ നിലപാട് മാറ്റി പിന്നീട് ശബരിമലയെ സപ്പോർട്ട് ചെയ്തു. എല്ലാ ആൾക്കാരും തിരുവനന്തപുരത്ത് നല്ല ഫൈറ്റ് ആയിരിക്കും. ഞങ്ങൾ തിരുവനന്തപുരത്തുകാർക്കാണ് ഏറ്റവും കൺഫ്യൂഷൻ, തിരുവനന്തപുരത്തുകാർക്കും തൃശ്ശൂരുകാർക്കുമാണ് ഏറ്റവും കൺഫ്യൂഷൻ. 3 മികച്ച സ്ഥാനാർത്ഥികൾ, 3 പേരും ഒന്നിനൊന്ന് മെച്ചം എന്ന് പറയാൻ കഴിയുന്ന ആൾക്കാർ, 3 മികച്ച പ്രതിഭകൾ, 3 നല്ല രാഷ്ട്രീയ നേതാക്കൾ, 3 നന്മയുള്ള മനുഷ്യർ. അതാണ് തിരുവനന്തപുരത്തെയും തൃശ്ശൂരിലെ ആൾക്കാർ.
അവിടെയാണ് ആ ഫൈറ്റ് യഥാർത്ഥ ത്രികോണ മത്സരമാകുന്നത്. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ നേരുന്നു. ഓൾ ദി ബെസ്റ്റ് ടു ഓൾ.